പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. സാർ, ലഭിക്കുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് ഈ വാൽപ്പാറയില് ഒരു ആക്സിഡന്റ് സംഭവിച്ചു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുളത്തൂർ സ്വദേശികൾ, മലപ്പുറം ജില്ല കുളത്തൂർ സ്വദേശികൾ അവർ ടൂറിസം പർപ്പസിന് പോയതാണ്. അവിടെ ഒരു ഗുരുതരമായിട്ട് ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്. അതിൽ 8 പേര് മരണപ്പെട്ടു. ബാക്കി 5 പേർക്ക് സീരിയസ് ആയിട്ടുള്ള പരിക്കുകളെന്ന് പറഞ്ഞ് മനസ്സിലായിട്ടുണ്ട്. അവിടുത്തെ ലോക്കൽ പോലീസും DGP അടിസ്ഥാനങ്ങൾ ബന്ധപ്പെട്ടു അവരുടെ സുരക്ഷാ പ്രവർത്തനങ്ങളിനെ തയ്യാറാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. ഞങ്ങൾ ഭാഗത്തുന്നുണ്ട്. അവരുടെ SDRF-ഉം ലോക്കൽ പോലീസും ഡിപ്ലോയ് ചെയ്തവരും സർവേ ചെയ്ത ആളുകൾക്ക് പറ്റിനെ ആസ്പത്രി സൗകര്യം ഏർപ്പാട് ചെയ്യാനുള്ള ഒരു സമൂഹം ഞങ്ങൾ ഭാഗത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ലോക്കൽ പോലീസ് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ റെഗുലർ അറ്റാച്ച്മെന്റ്. ഈ പരിക്കേറ്റവരുടെ ഇപ്പോഴത്തെ സ്ഥിതി എങ്ങനെയാണ്? കാര്യത്തിൽ ഒരു മെഡിക്കൽ അപ്ഡേറ്റ് കൂടി ലഭിച്ചിട്ടുണ്ടോ? അവർക്ക് സ്ഥിതി കുറച്ച് സീരിയസ് ആയി പറഞ്ഞതാണ്. പക്ഷേ വി ആർ ഹോപ്പ്ഫുൾ ദാറ്റ് ദേ വിൽ സർവൈവ്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഓർത്തുന്നുണ്ട്. ഈ വാഹനത്തിലുണ്ടായിരുന്ന എല്ലാവരുടെയും പരിപൂർണ്ണ വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ അവിടെ ഇനി നമ്മുടെ പ്രതിനിധികളായ ഉദ്യോഗസ്ഥർ വേഗത്തിൽ അവിടേക്ക് എത്തുന്നുണ്ടോ, പൊള്ളാച്ചിയിലേക്ക്? അവിടെ നമ്മൾ ആൾറെഡി പാലക്കാട് SP ടീമോട്ട് അയക്കാൻ തന്നെയാണ്. മലപ്പുറം SP പൊള്ളാച്ചി SP ആയിട്ട് സംസാരിച്ചത് ആൾറെഡി. വി ആർ ഇൻ റെഗുലർ ടച്ച് വിത്ത് ദം. വി ട്രൈ ടു ensure that we give the maximum amount of help and rescue operations അവർക്ക് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ അപകടമുണ്ടായത് വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് എന്നതാണ് അവിടെ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് കുറച്ചുകൂടി മനസ്സിലാക്കാൻ. നന്ദി ശ്രീ റവാഡ ചന്ദ്രശേഖർ, സംസ്ഥാന പോലീസ് മേധാവിയാണ് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത്. സംഘത്തിൽ 13 പേരാണ് ഉണ്ടായിരുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ 13 പേർ. 8 പേർ സംഭവ സ്ഥലത്ത് വെച്ച് മരിച്ചു. മരിച്ചവരിൽ 7 പേർ സ്ത്രീകളാണ്. ഒരു പുരുഷനും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. 5 പേർ ഇപ്പോൾ പൊള്ളാച്ചി ഗവൺമെൻറ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അവരിൽ 2 പേർ 17-18 വയസ്സ് പ്രായം തോന്നിക്കുന്ന 2 ആൺകുട്ടികൾ ഉണ്ട് എന്നതാണ് തമിഴ്നാട് ഒഫീഷ്യൽസ് നൽകുന്ന വിവരം. ചികിത്സയിലുള്ളവരിൽ 2 സ്ത്രീകളുമുണ്ട്. ഒപ്പം ഡ്രൈവറും ചികിത്സയിൽ കഴിയുകയാണ്. അങ്ങനെയാണ് ഈ 5 പേർ ആശുപത്രിയിലുള്ളത്. ഡ്രൈവർ മുഹമ്മദ് ഫാസിദാണ്, 21 വയസ്സാണ് പ്രായം. അപകടത്തെക്കുറിച്ച് ഫാസിദ് മൊഴി നൽകിയിട്ടുമുണ്ട്. നിയന്ത്രണം വിട്ട് വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞതാണ് എന്നതാണ് അദ്ദേഹം അറിയിച്ചിട്ടുള്ളത്.